ഹായ്, സൂപ്പർ പടമാണ്. എന്തായാലും എനിക്കിഷ്ടമായി. പലർക്കും മിക്സഡ് ഒപ്പീനിയൻസ് കാണും, പക്ഷേ ലൂസിഫർ ആയിരുന്നു ബെറ്റർ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്തായാലും എംപുരാൻ നല്ല സ്റ്റൈലായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല മേക്കിംഗ് ആണ്, കോസ്റ്റ്യൂംസ് ഉപയോഗിക്കുന്നു, നല്ല ആംഗിൾ ക്യാമറ എല്ലാം വെച്ചിരിക്കുന്നത്, സ്റ്റൈല്, വാക്കിംഗ് എല്ലാം കൊണ്ട് നല്ല മാസ് വിഷ്വൽ ട്രീറ്റ്. എന്താ ഒരു സ്റ്റൈൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ലാഗൊന്നും അടിച്ചില്ല. ഫസ്റ്റ് ഹാഫ് കുറച്ച് പേര് ലാഗ് ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷേ പെട്ടെന്ന് മൂവി തീർന്നു പോയത് എനിക്ക് തോന്നി. ഞാൻ പോയി കണ്ടിട്ട് പെട്ടെന്ന് അവസാനം സെക്കൻഡ് ഹാഫ് പെട്ടെന്ന് മൂവി തീർന്നു പോയി. കുറച്ചും കൂടെ വേണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ കേട്ടോ, അതുകൊണ്ട് പടം ഒരു കുഴപ്പമൊന്നുമില്ല, ഗ്യാരണ്ടി ആയിട്ട് കാണാം. കുറേ പേര് ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട്. അത് പൊളിറ്റിക്കലായിട്ടുള്ള ഡീഗ്രേഡ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഫാൻ ബേസ്ഡ് ഡീഗ്രേഡ് ആയിരിക്കാം, അതല്ലെങ്കിൽ നെഗറ്റീവ് റിവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ ഹിറ്റ് ആവാമെന്ന് വിചാരിച്ച് ചെയ്യുന്നതായിരിക്കും. പക്ഷേ എന്തായാലും പോയി പൈസ കൊടുത്ത് കണ്ടതിൽ ഒരു കുഴപ്പമില്ല, നല്ല പടമാണ്. ഇങ്ങനെ പൃഥ്വിരാജ്, എനിക്ക് തോന്നുന്നു മലയാളത്തിൻ്റെ അംബാസഡറായിട്ട് തന്നെ പൃഥ്വിരാജ് മാറും ഉറപ്പായിട്ടും. കാരണം അദ്ദേഹത്തിന് അത്ര ദീർഘവീക്ഷണമുണ്ട്, നല്ല വിഷണറി മാനാണ്. ഇങ്ങനെ ഒരാൾ ഞാൻ മലയാളത്തിൽ ഇത്രയും എല്ലാം ഡയറക്ഷനും ആക്ടിങ് എല്ലാം കൊണ്ട് ഇങ്ങനെ ഒരാൾ ഈ അടുത്തിടയ്ക്ക് ഞാൻ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. സോ എന്തായാലും നിങ്ങൾ പോയി കാണണം. കണ്ട് തന്നെ ഒപ്പീനിയൻസ് ഒന്നും ഞാൻ കണ്ട, ഓരോ സിനിമ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ തന്നെ ഒപ്പീനിയനാണ്. ഈ സിനിമ എങ്ങനെയാണെന്ന് നിങ്ങൾ തന്നെ സ്വയം എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അവിടെ ഭയങ്കര വലിയ പടം, ഇതുപോലൊരു പടം ഇനി വരാനില്ല എന്നുള്ള രീതിയിൽ പോയി ഭയങ്കര പ്രതീക്ഷയോടെ കണ്ടിട്ടാണ് ചിലർക്ക് ഇഷ്ടപ്പെടാത്തത്. പക്ഷേ നല്ലൊരു പടം എക്സ്പീരിയൻസ് ചെയ്യണം. ഓരോ പടം ഓരോ എക്സ്പീരിയൻസ് ആണ്. അല്ല, റൈഫിൾ ക്ലബ്ബ് വേറൊരു എക്സ്പീരിയൻസ് ആണ്, അല്ലെങ്കിൽ നമ്മളെ വേറെ പടം വന്ന് മഞ്ഞുമൽ ബോയ്സ് വേറെ എക്സ്പീരിയൻസ് ആണ്. ഇത് വേറൊരു എക്സ്പീരിയൻസ് ആണ്. എന്തായാലും പോയി